സംസ്ഥാനത്തെ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിലേക്ക് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ 58 നിന്നും 57 കുറഞ്ഞെന്നും CMD റിപ്പോർട്ട്. ബിവറേജസ് കോർപ്പറേഷൻ ലാഭം 8ാം സ്ഥാനത്തേക്ക് മറിഞ്ഞു. വിവരങ്ങളുമായി വിനോദ് ചേരുകയാണ്. വിനോദ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനകൾ നടന്നത്? ഇതിലെ കണ്ടെത്തലുകൾ ഏത് തരത്തിലാണ്? 58 നിന്നും 57 ഇത്തരത്തിൽ കുറഞ്ഞതിന് CMD റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കുന്നത്? നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ എല്ലാ കാലത്തും കൊട്ടിഘോഷിക്കുന്ന ഒരു നയം, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവരുടെ നയം എന്ന് പറയുന്നത് നഷ്ടത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പരമാവധി സഹായം നൽകിക്കൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്തുക, അതിന് പരമാവധി സർക്കാർ സഹായം നൽകി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നയം എന്ന് എല്ലാ കാലത്തും അവർ എല്ലാ വേദികളിലും ഉറക്കെ പറയുന്നതാണ്. പക്ഷേ അവർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 2.5 വർഷം പൂർത്തിയാക്കി, അല്ലെങ്കിൽ 3ാം വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ CMDയുടെ കണക്ക് വരുന്നത്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് മാനേജ്മെന്റിന്റെ കണക്ക് വരുന്നത് 18 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഒറ്റയടിക്ക് നിർത്തലാക്കുന്നത് എന്നുള്ളതാണ്. അത് ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലാണ് 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർത്തലാക്കുന്നത് എന്നുള്ളതാണ് വളരെ ആശങ്കാജനകമായ കാര്യം. അവർ കേന്ദ്ര സർക്കാരിനെ എല്ലാ കാലത്തും കുറ്റം പറയും. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടുന്നു, സ്വകാര്യവൽക്കരണം നടപ്പാക്കുന്നു, ആഗോളവൽക്കരണത്തിന്റെ വലിയ വക്താക്കളായി BJP സർക്കാർ മാറുന്നു എന്ന പൊതുവേദികളിലും പൊതുസമ്മേളനങ്ങളിലുമൊക്കെ കൊട്ടിഘോഷിക്കുന്ന സത്യത്തിൽ തന്നെയാണ് വിനോദ. ഇത്തരത്തിൽ കൊട്ടിഘോഷിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഈ 18ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിലേക്ക് പോകുന്നത് എന്നത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇവിടെ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിലേക്ക് പോകുമ്പോൾ ഏതൊക്കെയാണ് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ? നമ്മൾക്ക് അതിൻ്റെ പട്ടികയും CMD പുറത്തുവിട്ട പട്ടികയിലുണ്ട്. കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി, കഞ്ചിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, കെൽട്രോൺ കൗണ്ടേഴ്സ്, കെൽട്രോൺ പവർ ഡിവൈസസ്, കെൽട്രോൺ റെക്ടിഫയേഴ്സ്, അതുപോലെ തന്നെ കേരള ഗാർമെന്റ്സ്, കേരള സ്റ്റേറ്റ് വൈഡ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ പൈപ്പ് ഫാക്ടറി, കേരള സിമന്റ് പൈപ്പ് ഫാക്ടറി, KHDFC, കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ തുടങ്ങിയ 18ഓളം സ്ഥാപനങ്ങൾ, കേരള ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചേഴ്സ് കോർപ്പറേഷൻ അടക്കം 18ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വലിയ നിലയിൽ പേര് കേൾക്കാത്ത സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ തന്നെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ ജോലി ചെയ്യുന്നത് 1.29 ലക്ഷം ആളുകളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മളെ ഞെട്ടിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. KP സുരേഷ്, നമ്മൾക്കറിയാം, എല്ലാ കാലത്തും വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനം, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് KSRTC ആണ്. KSRTCയുടെ നഷ്ടം എന്ന് പറയുന്നത് സർക്കാർ എത്ര സഹായം കൊടുത്താലും അതിൻ്റെ നഷ്ടം നികത്താനേ കഴിയുന്നില്ല. ഈ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എത്രയോ വലിയ വൈദ്യുതി തുകയാണ് ഇപ്പോൾ വാങ്ങുന്നത്. അത്രയും വലിയ വൈദ്യുതി തുക വാങ്ങിയിട്ടും സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ് നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. എത്ര വലിയ ശമ്പളമാണ്! കേരള സർക്കാരിൻ്റെ ശമ്പളമൊന്നുമല്ല വൈദ്യുതി വകുപ്പിൽ ലഭിക്കുന്നത്. വമ്പൻ ശമ്പളം കേരള സർക്കാരിൽ ജീവനക്കാർക്ക് ലഭിക്കുന്നതിനേക്കാളും വലിയ ശമ്പള വ്യതിയാനമാണ്, വലിയ ഉയർന്ന ശമ്പളമാണ് KSCB നൽകുന്നത്. ആ KSCB നഷ്ടത്തിലാണ്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, ജലവിഭവ വകുപ്പ് നഷ്ടത്തിലാണ്. അതുപോലെ തന്നെ സപ്ലൈകോ നഷ്ടത്തിലാണ്. 1000 കോടി രൂപയ്ക്ക് അടുത്ത. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാ കാലത്തും സംരക്ഷിച്ച് നിർത്തുമെന്ന് അവകാശപ്പെടുന്ന ഘോരഘോരം പ്രസംഗിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് 18ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്.